ഗാസയിലെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷകൾക്കിടയിലും പുതിയ സംഭവ വികാസങ്ങൾ ആശങ്ക ഉയർത്തുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇസ്രായേൽ സൈന്യം ഗാസയുടെ വലിയൊരു ഭാഗത്തെ വേർതിരിക്കുന്ന രീതിയിൽ ഒരു നീളമുള്ള മൺഭിത്തി നിർമ്മിക്കുകയാണ്. ഈ നിർമ്മാണം വളരെ വേഗത്തിലാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതോടെ ഗാസയുടെ ഭാവിയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും വീണ്ടും ചർച്ചകൾ ശക്തമായിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം 23 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഈ മൺഭിത്തിയുടെ നിർമ്മാണം ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഗാസയുടെ പകുതിയിലധികം ഭാഗത്തെ മറ്റിടങ്ങളിൽ നിന്ന് വേർതിരിക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിക്കുന്നത്. ഏകദേശം 20 ലക്ഷത്തിലധികം പാലസ്തീനുകൾ താമസിക്കുന്ന ഗാസയിൽ ഈ മാറ്റം വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യവും ഈ പ്രദേശത്ത് ഒരു ഭൗതിക തടസ്സം നിർമ്മിച്ചതായി സ്ഥിരീകരിച്ചു. മഞ്ഞരേഖ ഏർപ്പെടുത്തുന്ന മേഖലയാണ് ഈ നിർമ്മാണം നടക്കുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന് ശേഷം താൽക്കാലിക അതിർത്തിയായി കണക്കാക്കിയ പ്രദേശമാണിത്. എന്നാൽ ഇപ്പോൾ ഈ ഭാഗത്ത് സ്ഥിരമായ അതിർത്തി രൂപപ്പെടുകയാണോ എന്ന ആശങ്ക പാലസ്തീൻ ജനതകളുടെ ഇടയിൽ ഉയരുന്നുണ്ട്. മൺഭിത്തിക്കൊപ്പം സുരക്ഷാ സംവിധാനങ്ങളും വികസിപ്പിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. നിരീക്ഷണ സംവിധാനങ്ങൾ, സാങ്കേതിക ഉപകരണങ്ങൾ, മറ്റ് സുരക്ഷാ സൗകര്യങ്ങൾ എന്നിവ ഇവിടെ ഒരുക്കുന്നുണ്ട്. ഗാസയിൽ നിന്ന് നുഴഞ്ഞുകയറ്റം തടയുകയും അതിർത്തിക്ക് സമീപമുള്ള ഇസ്രായേൽ പ്രദേശങ്ങളെ സംരക്ഷിക്കുകയുമാണ് ലക്ഷ്യമെന്ന് സൈന്യം വിശദീകരിക്കുന്നു. എന്നാൽ ഗാസയിലെ പലരും ഈ നിർമ്മാണത്തെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ നൽകില്ല എന്ന ഭയമാണ് അവർക്കുള്ളത്. അതിർത്തിക്ക് സമീപം പോകുന്നത് പോലും അപകടകരമായതിനാൽ ഈ നിർമ്മാണത്തെക്കുറിച്ച് പലർക്കും വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. തെക്കൻ ഗാസയിലെ റാഫയ്ക്ക് സമീപമുള്ള ഭാഗത്താണ് നിർമ്മാണം ഏറ്റവും കൂടുതൽ വേഗം പുരോഗമിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൺഭിത്തിയുടെ നീളം പല മടങ്ങ് വർദ്ധിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നു. റാഫയുടെ അവശിഷ്ടങ്ങളും മുവാസി മേഖലയുമാണ് ഈ ഭാഗത്ത് വേർതിരിക്കപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകൾ താൽക്കാലിക ടെന്റ് ക്യാമ്പുകളിൽ കഴിയുന്ന പ്രദേശമാണിത്. ഇപ്പോൾ നടക്കുന്ന നിർമ്മാണം ഇതേ വേഗത്തിൽ തുടർന്നാൽ തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിലും നിന്ന് വടക്കൻ ഗാസ സിറ്റിക്ക് സമീപം വരെ നീളുന്ന വലിയൊരു തടസ്സമായി ഇത് മാറുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ തുടങ്ങിയ നിർമ്മാണം ഇപ്പോഴും തുടരുകയാണ്. ഗാസയുടെ പല ഭാഗങ്ങളിലും യുദ്ധത്തിന്റെ വലിയ നാശനഷ്ടങ്ങൾ വ്യക്തമായി കാണാം. നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും കെട്ടിടങ്ങളും തകർന്ന നിലയിലാണ്. റാഫ പോലുള്ള നഗരങ്ങളിൽ വലിയ തോതിൽ കെട്ടിടങ്ങൾ തകർന്നതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. പുതിയ റോഡുകളും സൈനിക താവളങ്ങളും നിർമ്മിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഹമാസ് ഉപയോഗിച്ചിരുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാനാണ് ഈ നടപടികളെന്ന് ഇസ്രായേൽ സൈന്യം പറയുന്നു. ഗാസയിലെ ജനങ്ങളുടെ ജീവിതവും കൂടുതൽ ദുരന്തത്തിലായിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം വീടുകൾ നഷ്ടപ്പെട്ട ടെന്റ് ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഭക്ഷണം, കുടിവെള്ളം, മരുന്ന് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പലരും സഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ആക്രമണങ്ങൾ പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് അധികൃതർ പറയുന്നു. തീവ്രവാദികളെ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം. എന്നാൽ കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന സാധാരണക്കാരുണ്ടെന്നാണ് പാലസ്തീൻ അധികൃതരുടെ ആരോപണം. മഞ്ഞരേഖയ്ക്ക് സമീപം എത്തിയ പാലസ്തീനുകൾക്ക് നേരെ വെടിവെപ്പ് നടന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സൈനികർക്ക് ഭീഷണിയാകുന്നവർക്കെതിരെയാണ് നടപടിയെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ നിലപാട്. എന്നാൽ സാധാരണ ജനങ്ങളും ഇത്തരം സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടതായി വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. 2023 ഒക്ടോബർ 7 ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് ഇപ്പോഴത്തെ യുദ്ധം ആരംഭിച്ചത്. ആ ആക്രമണത്തിൽ ഏകദേശം 1200 പേർ കൊല്ലപ്പെടുകയും നിരവധി പേരെ ബന്ദികളാക്കുകയും ചെയ്തു. തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ വലിയ സൈനിക നടപടി ആരംഭിച്ചു. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം 10,000-കണക്കിന് ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ കണക്കുകളിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം പറയുന്നു. ഗാസയിൽ നടക്കുന്ന പുതിയ മൺഭിത്തി നിർമ്മാണം ഈ പ്രദേശത്തിന്റെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. സുരക്ഷ ഉറപ്പാക്കാനാണ് ഈ നടപടിയെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ഗാസയെ സ്ഥിരമായി വിഭജിക്കാനുള്ള ശ്രമമാണെന്നാണ് പാലസ്തീൻ ഭാഗത്തിന്റെ ആരോപണം. യുദ്ധം, കുടിയൊഴിപ്പിക്കൽ, ഭക്ഷണക്കുറവ്, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവ നേരിടുന്ന ഗാസയിലെ ജനങ്ങൾക്ക് സമാധാനമാണ് ഏറ്റവും വലിയ ആവശ്യം. വെടിനിർത്തൽ കരാർ പൂർണ്ണമായി നടപ്പാക്കി സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ ഭാഗങ്ങളും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന ആവശ്യമാണ് അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായി ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.